പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ദൈവം നിരന്തരം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ ഏകപുത്രന് ഈശോയെ നമുക്ക് വേണ്ടി അയച്ചു തന്നത്. ഇന്ന് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് ഈ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാക്കി തരികയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ജീവനുള്ള ഈശോയുടെ ആ നിറഞ്ഞ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനുള്ള അവസരം തരികയാണ്. നമ്മൾ പ്രയോജനപ്പെടുത്തണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ സ്വീകരിക്കാനും ദൈവത്തെ അനുഭവിക്കുവാനും നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരം പരിശ്രമം ആവശ്യമാണ്. ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പരിശുദ്ധ കുർബാനയിലുടനീളം നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഏകാഗ്രത നഷ്ടപ്പെടുത്താതെ, ശ്രദ്ധ വിടാതെ, കണ്ണും നട്ടിരുന്ന് കാത്തിരിക്കുന്നത് പോലെ. ഇന്ന് സുവിശേഷത്തിൽ കാത്തിരിക്കുവൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നിനെ കാത്തിരിക്കുന്നത് പോലെ. നമ്മൾ ഉണർന്നിരിക്കാൻ പറയുന്നത് എന്തോ അമൂല്യമായ ഒന്ന് നഷ്ടപ്പെട്ടു പോകാതെ, ഡിസ്ട്രാക്ഷനിൽ പെടാതെ, പിശാച് തട്ടിയെടുക്കാതെ ഉണർന്നിരുന്ന് സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ.
പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങേ തിരുവിഷ്ടത്തിനനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്കു കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിനു കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എല്ലാവരും കർത്താവേ, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എല്ലാവരും കർത്താവേ, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. എല്ലാവരും കർത്താവേ, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സദ്വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. എല്ലാവരും കർത്താവേ, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. എല്ലാവരും കർത്താവേ, ഇതാ ഞാൻ വരുന്നു. കർത്താവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ്.
അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. എന്റെ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരായിരിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ അരമുറിക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവന് രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ 1-ാം വായനയുടെ അടിസ്ഥാനത്തിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ വളരെ ഗഹനമായിട്ടുള്ളൊരു കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല. ആദം പാപം ചെയ്തത് നല്ലതായോ, പാപം ചെയ്തത് നന്നായി എന്ന് തോന്നുന്നവരുണ്ടോ? ആദം പർദീസയിൽ പാപം ചെയ്തത് നന്നായി, നല്ല കാര്യമായിപ്പോയി എന്ന് തോന്നുന്നവരെന്ന് കരമുയർത്താവോ? ആദം പാപം ചെയ്തത് കൊണ്ടാണ്. ഇവിടെ ആരാ കരമുയർത്തിയത്? ആദം പാപം ചെയ്തത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്തു വരില്ലായിരുന്നു. ഈശോയെ വേണമെങ്കിൽ ആദം പാപം ചെയ്യണമായിരുന്നു. ഇല്ല, ആദം പാപം ചെയ്തത് കൊണ്ടാണ് 2-ാം ആദം വന്നത്. 2-ാം ആദം ഇങ്ങനെ ഒരു പ്രസിദ്ധനായൊരു ധ്യാനഗുരു യൂട്യൂബിലുള്ള വീഡിയോയിൽ അങ്ങനെ 2-ാം ആദത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം 2-ാം ആദം അത് ബൈബിളിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കത്തോലിക്കനല്ല മറ്റൊരാളും അതേക്കുറിച്ച് ഇങ്ങനെ എഗെയിൻസ്റ്റായിട്ട്, അച്ഛനെതിരായിട്ട് ബൈബിളിലില്ലാത്തത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. ഇന്നത്തെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ ടൈറ്റിൽ ആദവും ക്രിസ്തുവെന്ന്. ആദവും ക്രിസ്തു. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. അതാണ് കൃപയ്ക്കുമേൽ കൃപ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ആദം പാപം ചെയ്തത് നന്നായി, ഓ ഭാഗ്യപ്പെട്ട പാപമേ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ആ പാപം സംഭവിച്ചുകൊണ്ടാണ് ക്രിസ്തു വന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മളെ പഴിചാരുന്ന ചില പാപങ്ങൾ, ചില തെറ്റുകൾ, അത് ദൈവം നന്മയാക്കി മാറ്റിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ജീവിത പങ്കാളിയോടൊരു വിശ്വസ്തത കാണിക്കാത്തൊരു പാപം, അത് പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ കുറച്ചുകൂടി
ഇനി പിടിക്കപ്പെടാതിരിക്കാനും കുറച്ചുകൂടി വിശ്വസ്തയോടുകൂടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കാരണമായിട്ടുണ്ടാകാം. അപ്പോൾ ആ പാപം ഒരു ഭാഗ്യപ്പെട്ട പാപമായി മാറി. മനസ്സിലായി? അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ധൂർത്തപുത്രൻ പാപം ചെയ്തു, സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരെ പോയി. അതിൽ മൂത്ത മകൻ അപ്പൻ്റെ കൂടെയാണ്, അപ്പൻ എന്ന സ്വത്തിൻ്റെ കൂടെയാണ്. പക്ഷെ അപ്പൻ എന്ന സ്വത്തിനെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് നീ എനിക്കൊന്നും തന്നില്ല എന്നൊക്കെ നിന്റെ മകൻ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവനിതെല്ലാം കൊടുത്തു. എത്ര നാളായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. അപ്പം മകൻ അപ്പനെപ്പോലെ, അപ്പനൊരു സ്വത്തായിട്ട് കരുതിയിരുന്നെങ്കിൽ ഞാൻ അടിമയെപ്പോലെ പട്ടിയെപ്പോലെ പണിയെടുത്തു എന്ന് പറയില്ല, അങ്ങനെ പറയില്ല. അപ്പോൾ അതാണ്. അപ്പം ഇളയ മകൻ പാപം ചെയ്തു, പാപം അത് കൃപയായി മാറിയത് കണ്ടോ. അവൻ പിന്നെ തിരിച്ചു വന്നിട്ട് അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന വലിയ പ്രത്യാശ അവനുണ്ടായി. അതാണ്, ആ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകുന്നത്. നമുക്കിനിയും പ്രത്യാശയുണ്ട്. നമുക്കിപ്പോൾ നല്ലതുപോലെ അല്ല നമ്മൾ പോകുന്നത്. ചിലപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കില്ല നമ്മൾ പോകുന്നത്. അതാണ്, നമുക്കിനിയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ട്. അത് ക്രിസ്തുവിലാണ് ആ പ്രത്യാശ. ആദം പാപം ചെയ്തപ്പോൾ ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ക്രിസ്തുവിൽ ആ പ്രത്യാശ നമുക്കുണ്ടായി. അതാണ് രണ്ടാം ആദത്തിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പം ഈ ധൂർത്തപുത്രൻ ആ പാപം പിതാവെന്ന സ്വത്തിനെ വിട്ട് ദൂരെ പോയതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ബോധമുണ്ടായി. പിന്നെ പിതാവെന്ന സ്വത്തിനെ അള്ളിപ്പിടിച്ചു, പിടിവിടാതെ പിടുത്തം പിടിച്ചു. അപ്പനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പം തന്നെ ഒരു കണക്ഷനായ ഒരു സ്പാർക്ക് അവിടെ വന്നു. ഈ ഒരു അനുഭവമാണ്, ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിട്ടുവിട്ടു പോകുന്നത്. ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടിങ്ങനെ അള്ളിപ്പിടിച്ച് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അത് സങ്കീർത്തനം 91:14 ഈ ഒട്ടിപ്പിടിച്ച അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിട്ടുവിട്ടു പോകുന്നത്. ഒട്ടിപ്പിടിച്ച അനുഭവം ഉണ്ടാണെങ്കിൽ ചിലപ്പോൾ രോഗം ഒരു കാരണമാകും. രോഗസൗഖ്യം കിട്ടിയാൽ നമ്മൾ പിന്നെ വിടില്ല. ഒരു കെണിയിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചാൽ നമ്മൾ പിന്നെ വിടില്ല ദൈവത്തെ. എന്നെ രക്ഷിച്ച ദൈവമാണ്. ചിലവർ മറന്നുപോകും, ദൈവം രക്ഷിച്ച അനുഭവങ്ങളൊക്കെ മറന്നുപോകും. എത്ര സൗഖ്യം കിട്ടിയാലും അത് പിന്നെയും ആ ഫരിസേയരും നിയമജ്ഞരും അടയാളം ചോദിച്ചതുപോലെ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു പിശാചുബാധനെ സുഖപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെ ഒരു അടയാളം ചോദിക്കുന്നു, നീ ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം കാണിക്കുക. ഒരു അടയാളം പ്രവർത്തിച്ചു കഴിഞ്ഞു. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും. അപ്പോൾ നമുക്ക് ഈ തെറ്റ് സംഭവിക്കുന്നത് ദൈവം നന്മയാക്കി മാറ്റും. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരാനായിട്ടുള്ള, ദൈവത്തിൻ്റെ ഈ കൃപയും പ്രത്യാശയും കിട്ടുവാനായിട്ടുള്ള, സൗഖ്യവും അനുഗ്രഹം കിട്ടുവാനായിട്ടുള്ള ഏറ്റവും വലിയ ട്രിക്ക്, ഒരു ടെക്നിക്ക് അനുതാപമാണ്. ദൈവമേ, പറ്റിപ്പോയി, ദൈവമേ ക്ഷമിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഈ ആദവും ഹവ്വായും എനിക്ക് തോന്നുന്നു അവർ പ്രതീക്ഷയിൽ ഇല്ലയോ പിതാവേ, തെറ്റിപ്പോയി പിതാവേ, പിതാവ് പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് കാലെ വീണ് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അവരെന്താ ചെയ്തത്? അവരെ സ്ത്രീ പറഞ്ഞു അല്ല, ആദം പറഞ്ഞു ഈ സ്ത്രീയാണ് എന്നെ. ആദം നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയാണ് എനിക്ക് പഴം തന്നത്. സ്ത്രീ പറഞ്ഞു എനിക്ക് സർപ്പമാണ് പഴം തന്നത്. ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് പഴിചാരി ആ ഉള്ള നേരത്ത് കർത്താവെ ക്ഷമിക്കണേ, അനുസരിച്ചില്ല, തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ചില കാര്യങ്ങൾ, ജോലി കിട്ടാത്ത മേഖലകൾ, കല്യാണം നടക്കാത്ത മേഖലകൾ, ചില മേഖലകളിൽ നമ്മൾ നമ്മുടെ അബദ്ധം തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ തെറ്റിപ്പോയി കർത്താവെ. അതാണ് ട്രിക്ക്. അതാണ് ഈ സഖ്യവൂസ് ചെയ്തതാണ്. ധൂർത്തപുത്രൻ ചെയ്ത കാര്യം അതാണ്. നല്ല കള്ളൻ ചെയ്ത കാര്യം അതാണ്. അവർ പാപം ചെയ്തവരും അവർക്കിനി രക്ഷയില്ല എന്ന് വിചാരിക്കാതെ അവർ ദൈവത്തോട് അടുക്കാനായിട്ടുള്ള ആ ടെക്നിക്ക് അവർ ഉപയോഗിച്ചു. അത് കള്ളത്തരമല്ല, കബളിപ്പിക്കലല്ല, ദൈവത്തിന് മുമ്പിൽ മുഖം മോടിയല്ല. അത് ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാമെങ്കിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ്. അപ്പോൾ പർദീസ രണ്ടാമാദമാണ് ഈശോ. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത രണ്ടാമത്തെ അതായത് ഈശോയെ അയക്കാതെ നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റു, ഇനി നിങ്ങൾക്കൊരു രക്ഷയും തരികയില്ല. കാരണം ഇങ്ങനെ ചരിത്രത്തിലൂടെ പ്രവാചകന്മാരെയൊക്കെ അയച്ചു, എന്നിട്ടും രക്ഷ നേടിയില്ല. എന്നിട്ടും ദുരാചാരങ്ങൾക്ക് പുറകെ പോയി ഏകസത്യ ദൈവത്തെ ആരാധിക്കാതെ തിന്മ ചെയ്തുകൊണ്ടിരുന്നു. ദൈവം നമ്മളെ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ഈശോ വരില്ലായിരുന്നു. ദൈവം നമ്മളെ വിട്ടുകളയാത്തത് കൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ ആ ഈശോയെ നമ്മൾ വിട്ടുകളയാവോ? ഈശോയെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല.
കാരണം അവിടെ പാപം ചെയ്തപ്പോൾ കെണിയായി, പിന്നെ എന്നേക്കുമായി കെണിയായെങ്കിൽ ഈശോ തൻ്റെ മരണം മൂലം നമുക്ക് രക്ഷയുണ്ടായി. കാരണം ആദ്യത്തെ ആദം ആ പ്രലോഭനത്തിൽ, പിശാചിൻ്റെ പ്രലോഭനത്തെ തോറ്റുപോയെങ്കിൽ രണ്ടാമത്തെ ആദമായ ഈശോ പിശാചിൻ്റെ പ്രലോഭനത്തെ കീഴടക്കി വിജയിച്ചു. അതാണ് ഈ രണ്ടാം ആദത്തിൻ്റെ പ്രത്യേകത. രണ്ടാം ആദം പ്രത്യാശ നൽകുന്നു, പുനരുത്ഥാനം, ജീവൻ. രണ്ടുപേരും ഈ ആദ്യത്തെ ആദം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ രണ്ടാം ആദവും മനുഷ്യനെ പോലെ വന്നു. പക്ഷെ രണ്ടാം ആദത്തിൻ്റെ പ്രത്യേകത, രണ്ടാം ആദം തോറ്റുകൊടുത്തില്ല. രണ്ടാം ആദം വഴി നമുക്ക് ജീവനുണ്ടായി. അതാണ് നമുക്ക് എന്നേക്കുമായിട്ട് ഇനി ഒരിക്കലും നമ്മൾ പിശാചിന് കീഴടങ്ങേണ്ടി വരികയല്ലാത്ത വിധത്തിൽ ഈശോയിലൂടെ ദൈവം നമ്മളെ രക്ഷിച്ചു. അതാണ് ഇത് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് പറയുന്നത്. നമുക്കിതൊരു വലിയ ഒരിത്തിരി ഗഹനമായ കാര്യമാണ്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യരുടെ എല്ലാ മൃഗങ്ങളുടെ അധിപനായി നിയമിച്ചെങ്കിൽ സഭയുടെ അധിപനായി, ശിരസായി ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഈശോയുടെ ശരീരം തന്നെയാണ് സഭ. അപ്പം നമുക്ക് അത് നമ്മളതിലെ അവയവങ്ങളാണെങ്കിൽ നമ്മൾ വിടാതെ കൂടെ നിൽക്കണം. അതാണ് മുന്തിരിച്ചെടിയും ശാഖകളും. ഇതാണ് നമ്മുടെ കടമ. അത് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ബൈബിളിൽ പറയുകയാണ്, ഉൽപ്പത്തി 3:22, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. പാപം ചെയ്തു, ഇതാ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യൻ. അപ്പം പീലാത്തോസിന് മുമ്പിൽ കൈകൾ കെട്ടപ്പെട്ട് ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഇതാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പാപം ചെയ്തെങ്കിൽ ഇതാ പാപമില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഈശോ രണ്ടാം ആദമാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രൻ. ഇത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ അതിപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യം ധരിക്കും. നമുക്ക് ഈ ഒരു വിളിയുണ്ട്. നമ്മൾ മനുഷ്യരെ പോലെയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യം. മനുഷ്യൻ ആദ്യത്തെ സൃഷ്ടിച്ചതുപോലെ നമ്മൾ മനുഷ്യനാണ്. ദൈവം നമ്മളെ സ്വർഗീയരാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനെ പോലെ ആക്കി ഭൂമിയിലേക്ക് വിട്ടത്. അപ്പം മരണത്തെ ജയിച്ച് കീഴടക്കി ഉത്ഥാനം ചെയ്ത ദൈവം ഈശോ നമ്മളെ ദൈവത്തോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, സ്വർഗീയമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ കാണുകയായിരുന്നു, കുർബാന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആരംഭിച്ചപ്പോൾ ഒരു ആൾ നന്നായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അയാൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെച്ചിട്ടാണോ ആരംഭിച്ചതെന്ന് അറിയില്ല. നമ്മുടെ പിഴവത, നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ക്രിസ്തു എന്ന സംഭവം നമ്മുടെ മുന്നിൽ നിന്നിട്ടും നമുക്കൊരു വിലയില്ല. ആണ് ഇന്നലെ ഞാൻ പറഞ്ഞു, ലോകാരൂപി, നമ്മൾ കയറ്റിവെക്കുന്ന ലോകാരൂപി. ഇത് ആദോ ഹവ്വായും പറുദീസയില് പിശാചിന് ചാൻസ് കൊടുത്തതാണ് പ്രശ്നം. പിശാചിന് ചാൻസ് കൊടുത്തു. അങ്ങനെ പിശാചിന് ചാൻസ് കൊടുത്ത ആദം പിഴവ് പറ്റി പറുദീസയിൽ നിന്ന് പുറത്തായപ്പോൾ രണ്ടാമത്തെ ആദം നമുക്ക് വേണ്ടി എല്ലാ പരിഹാരവും ചെയ്ത് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ സ്വത്തിനെ കയറി പിടിക്കാതെ നമ്മളിപ്പോഴും പിശാചിന് ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മുടെ പിഴവ്. പിശാചിന് ചാൻസ് കൊടുക്കരുത്. എഫേസ്യർ 4:27, അത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് ഈശോയ്ക്ക് സങ്കടാവും. അള്ളിപ്പിടിക്കേണ്ടതിന് പകരം അവിടെ കൂടെ നിന്ന മൂത്ത മകൻ പിന്നെയും ചാൻസ് കൊടുത്തു. കാരണം അവൻ വേലക്കാരനെ വിളിച്ചു ചോദിച്ചു, അവിടെ എന്താണ് സംഭവം? അപ്പോൾ വേലക്കാരൻ ഏഷണി കയറ്റത്തക്ക വിധത്തിൽ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുകയാണ്, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നത്. അത് കേട്ട ഉടനെ അവന് കോപമുണ്ടായി. മനസ്സിലായി? നമ്മുടെ സമ്പർക്കവും നമ്മുടെ പ്രവൃത്തികളും പിന്നെയും പിശാചിനെ എൻ്റർടൈൻ ചെയ്യുന്ന വിധത്തിലാണ്. കൂടെ നിന്നിട്ടും അപ്പൻ്റെ അടുത്ത് പോയി, അപ്പ എന്താ സംഭവം, അനിയൻ വന്നല്ലേ, നമുക്ക് സന്തോഷിക്കാം എന്ന് പറയേണ്ടതിന് പകരം അതാണ് ഇളയവൻ തിരിച്ചറിഞ്ഞ നിധി. അതാണ് നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവം എന്ന സ്വത്തിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുംഭസാരത്തിൻ്റെയും കുർബാനർപ്പണത്തിൻ്റെയും കുർബാന സ്വീകരണത്തിൻ്റെയും വലിയ വില നമ്മളിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് കർത്താവിനോട് ഒട്ടിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി സഭയിലൂടെ തന്നിരിക്കുന്ന വലിയ നിധികളാണ് പരിശുദ്ധ കുർബാനയും കുംഭസാരവും കുർബാന സ്വീകരണവും.
നമുക്കതുകൊണ്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാം. നമുക്കിത് നമുക്ക് മനസ്സിലാകട്ടെ, ദൈവം നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈശോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നമുക്ക് സഭയിലൂടെ ദൈവം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന് പരിശ്രമിക്കണം. ഒന്ന് വിലയിരുത്തിക്കുക, ഒന്ന് ചിന്തിച്ച്, ഞാൻ എൻ്റെ ആത്മീയതയിൽ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ, ദൈവത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഓരോരുത്തരൊന്ന് ചിന്തിച്ച്, നമ്മുടെ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ? സിലബസ് എന്താ? ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, ബൈബിൾ പഠനം, വായന, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൽപ്പനകൾ പാലിക്കുക. കർത്താവിനോട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഈ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ സിലബസ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പിശാച് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ നോക്കിയിരിക്കുക. പിശാചിൻ്റെ സ്കൂളിൽ ഇപ്പോഴും തന്നെ പിശാചിൻ്റെ ചില കോഴ്സുകൾ നിങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. പിശാചിൻ്റെ ചില കോഴ്സുകൾ, കുർബാനാർപ്പണത്തിൽ ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തവും, ഇത് പിശാചിൻ്റെ ടെക്നിക്കാണ്. ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ടും പിശാചിൻ്റെ സ്കൂളിലെ കോഴ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാകും? ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരും രക്ഷിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത തെറ്റിന് സോറി പിതാവേ, സോറി കർത്താവേ എന്ന് പറഞ്ഞ് കാല വീണ് മാപ്പ് പറയേണ്ടതിന് പകരം പിശാചിൻ്റെ സ്കൂളിൽ ചേർന്നിട്ട് പിശാചിൻ്റെ ചില കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഈശോയെ അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. ദൈവം തമ്പുരാൻ എന്നാ ചെയ്യാനാ? ദൈവം തമ്പുരാൻ എങ്ങനെ ഒന്ന് അനുഗ്രഹിക്കും? നമുക്കതുകൊണ്ട് ഈ ചിന്ത സ്വീകരിക്കാം. രണ്ടാമാദം ദൈവം തന്ന രക്ഷയാണ്. ആദത്തിൻ്റെ പിഴവ് പരിഹരിച്ച് നമ്മൾ രക്ഷിക്കാൻ ദൈവമായ ഈശോ, ആ ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കാം, അള്ളിപ്പിടിച്ച്, അപ്പൻ്റെ കൈ പിടിച്ച് മക്കൾ നടക്കുന്നത് പോലെ ഈശോ എന്ന അപ്പൻ്റെ കൈ പിടിച്ച് നമുക്ക് നടക്കാം. കൈവിട്ടു പോയാൽ പിശാച് തട്ടിക്കൊണ്ടുപോകും. ഈ നിത്യജീവന്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം, ഈ നിത്യജീവന്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോട് കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. ആ സ്നേഹമാണി വിരുന്ന് സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമേ ദിവ്യഭോജ്യം, സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമേ ദിവ്യഭോജ്യം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ സ്വത്തിനെ അള്ളിപ്പിടിച്ച് നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടന്ന പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയം പഠിച്ച സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയോട് ഒട്ടുനിന്ന് ജീവിക്കുവാൻ, അപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്നത് പോലെ അങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി, കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി. ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും
നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടങ്ങ് ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായ രാജ് മെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും.
നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ
പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.